പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ചന്തുമോളെയും കൊണ്ട് നയനയും ആദർശമാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാർക്കിലൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാനാവാത്ത നമ്മളെ നവ്വിക്കണമെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. കാര്യം വെച്ചാൽ എൻ്റെ മോൻ എന്നെ കിട്ടാനുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ എവിടുന്നോ വന്നൊരു പെങ്കൊച്ചിന് കിട്ടുന്നെന്നുള്ള ദേഷ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ നവ്യയുടെ ഉള്ളിൽ നല്ല രീതിയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ നയനയെടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുന്നത്? എനിക്കാണെങ്കിൽ ഇതൊന്നും കഴിയത്തില്ല. കാരണം വെച്ചാൽ ആദർശേട്ടൻ ചെയ്ത കാര്യം അഭിയാണ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്നെ അഭിയെ ഉപേക്ഷിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് ഞാൻ പോയേനെ. നിന്നെക്കൊണ്ട് ഇതെങ്ങനെ പറ്റുന്നുണ്ട്? നീ ഈ ആദർശേട്ടൻ ഇത്ര തെറ്റുകൾ ചെയ്തിട്ടും ആ ഒരു തെറ്റ് നീ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊച്ചിനെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്? നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദർശേട്ടനുണ്ടായ ഒരു കൊച്ചാണ്. അതിനെ സ്നേഹിച്ച് കഴിയാൻ നിനക്ക് എങ്ങനെ പറ്റുന്നതെന്നൊക്കെ ആണെങ്കിൽ അതിനൊന്നും പറ്റത്തൊന്നുമില്ല. ഇങ്ങനെ ഒരു മനസ്സിനുടമയായി പോവരുത് എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ നവ്യ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നയനയ്ക്ക് ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നയന പറയുന്നുണ്ട്, ഞാൻ ഈ കൊച്ചിനെ സ്നേഹിച്ച് ഇങ്ങനെ പോകുന്നത് വേറെ ചിലരുടെ ജീവിതങ്ങൾ നല്ല സന്തോഷമായിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ ഒരു പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നവ്യ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ആദർശേട്ടൻ ചെയ്ത ഈ ഒരു തെറ്റൊന്നും എൻ്റെ അഭി ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ നയനടുത്ത് പറയുന്നുണ്ട്, ആദർശേട്ടൻ ചെയ്ത ഈ ഒരു തെറ്റ് എൻ്റെ അഭിയാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എപ്പോഴും എൻ്റെ അഭിയെ പിടിച്ച് ഇവിടുന്ന് പുറത്താക്കിയേനെ. ആദർശേട്ടൻ ചെയ്തപ്പോൾ അതിനൊരു കുഴപ്പമൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ ആദർശേട്ടൻ ചെയ്തൊരു തെറ്റ് എൻ്റെ അഭി ചെയ്തത് നിങ്ങൾ ആരെങ്കിലും അതിനുള്ളൊരു തെളിവോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും എൻ്റെ അഭി ചെയ്യില്ല. അങ്ങനെ നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, അഭി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞിട്ടുള്ളത്? അവൻ ചെയ്ത തെറ്റ് നിനക്കറിയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അഭിയാണെങ്കിൽ പേടിച്ചൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയന എൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ വരുന്ന ടൈമിൽ നമ്മളെ നവ്യ പറയുന്നുണ്ട്, അഭി എന്ത് തെറ്റാണ് ചെയ്തത്? അതായത് തെറ്റ് ചെയ്തതിൻ്റെ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടതെന്നൊക്കെ പറയും കേട്ടോ. അഭി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ ദേവേനി പറയുന്നുണ്ട്, ആ ഒരു സംഭവം നീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ നയനെ കണക്ക് നിനക്ക് ചിലപ്പം ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ദേവയാനി പറയും, നീ എന്തായാലും അകത്ത് കയറിപ്പോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും ആദർശൻ നയനയും പോയി കൊച്ചിനെ കൊണ്ട് പാർക്കിൽ കളിപ്പിച്ചിട്ടൊക്കെ വരാൻ പറയും. അങ്ങനെ അവർ കളിപ്പിക്കാനൊക്കെ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് അങ്ങനെ അവർ കൊച്ചിനെയൊക്കെ പാർക്കിലൊക്കെ കയറ്റി കളിപ്പിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് ചന്തുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൊടുത്ത് അവർ തിരിച്ച് വീട്ടിലേക്ക് വരും കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോൾ അവർ നേരെ ദേവയാനിയുടെ റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുക, നിങ്ങൾ എന്തായാലും വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നയനെ പറയും, ആ അമ്മ ഞങ്ങൾ വന്നിട്ടുണ്ട്, ചന്തുമോൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ച് കൊടുത്തു, അവൾക്ക് വാങ്ങിച്ച് കൊടുക്കാൻ വേറെ ആരാ ഉള്ളതെന്നൊക്കെ ചോദിക്കും. നമ്മളെ നയന പറയുകയാണേ, ഇതെല്ലാം അഭി ചെയ്യേണ്ട കാര്യമല്ലേ അമ്മേ? അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് ചന്തുമോൾക്ക് അറിയില്ലല്ലോ, അഭിയല്ലേ ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നവ്യയാണെങ്കിൽ അവരെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവരെന്താ അഭി മേടിച്ച് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, എന്തായാലും ഇവർ പറയുന്നതൊന്ന് കേൾക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മളെ നവ്യ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നയനയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മ എന്തായാലും ഞങ്ങൾ പോകുന്ന സമയത്ത് പിന്നെ ഇത് കണക്ക് അഭിയുടെ കാര്യം പറയുമെന്നൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എന്തായാലും അമ്മ അത് പറഞ്ഞില്ലല്ലോ, അപ്പോൾ അതിലൊരു ആശ്വാസം എനിക്ക് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എത്രയാണെന്ന് വെച്ചാൽ മോളെ സഹിച്ചിരിക്കുന്നത്, നിന്നെ ആദർശനെയും കുറ്റപ്പെടുത്തുന്ന സമയത്ത് എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ കേട്ടോണ്ടൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നയന പറയുന്നുണ്ട്, അമ്മേ എന്തായാലും ഇത് ഒരിക്കലും ചേച്ചി അറിയരുത്, ചേച്ചിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല, ചേച്ചി ജീവിച്ചിരിക്കുമെന്ന് പോലുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, ചേച്ചിക്ക് ഇതൊന്നും താങ്ങാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, മോളെ എത്രയെന്നും പറഞ്ഞാണ്ടാണ് നമ്മളിത് ഇങ്ങനെ മറച്ച് വെക്കുന്നത്, അഭിയാണ് ചന്തുമോളെ അച്ഛനെന്നുള്ള കാര്യം നമുക്കിത് മറച്ച് വെക്കാൻ പറ്റുമോ? എന്തായാലും അനഘ എണീറ്റ് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഈ കാര്യം അനഘ തന്നെ എല്ലാവരെയും മുമ്പിൽ വെച്ച് വിളിച്ച് പറയും, അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ നവ്യയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്ത് അഭിയാണോ ചന്തുമോളുടെ അച്ഛനെന്നാണ് പറയുന്നത്? ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. പക്ഷേ ഇവർ എന്നെ കേൾക്കാതെയാണല്ലോ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സത്യങ്ങളൊക്കെ കാണുമല്ലോ എന്നൊക്കെ നമ്മൾ നവ്യ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്താ അഭി എന്നെ ചതിക്കുവാണോ? അവൻ എന്നെ ചതിക്കുവാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ ഞാൻ വെച്ചേക്കത്തില്ല, എന്തായാലും അവനൊന്ന് തിരിച്ച് വീട്ടിലേക്ക് വരട്ടെ, ഇതിൻ്റെ ഉള്ള സത്യങ്ങൾ എനിക്ക് എന്തായാലും അറിയണം, അവൻ എന്നെ ചതിക്കുവാണെങ്കിൽ ഞാൻ അവനെ ഒരിക്കലും വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ നവ്യയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.